വചനമൊഴി നവംബർ 20. വചനഭാഗം വെളിപാട് 19:5-10, മത്തായിയുടെ സുവിശേഷം 22:1-14. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ വീണ്ടും ഉപമകൾ വഴി അവരോട് സംസാരിച്ചു. സ്വർഗരാജ്യം തന്റെ പുത്രനു വേണ്ടി വിവാഹ വിരുന്നൊരുക്കിയ രാജാവിന് സദൃശ്യം. ക്ഷണിക്കപ്പെട്ടവരെ വിവാഹ വിരുന്നിന് വിളിക്കാൻ അവൻ ഭൃത്യന്മാരെ അയച്ചു. എന്നാൽ വരാൻ അവർ വിസമ്മതിച്ചു. വീണ്ടും അവൻ വേറെ ഭൃത്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, ക്ഷണിക്കപ്പെട്ടവരോട് ചെന്ന് പറയുവിൻ, ഇതാ എന്റെ വിരുന്ന് ഞാൻ ഒരുക്കിയിരിക്കുന്നു. എന്റെ കാളകളെയും കൊഴുത്ത മൃഗങ്ങളെയും കൊന്നിരിക്കുന്നു. എല്ലാം തയ്യാറായി കഴിഞ്ഞു. വിവാഹ വിരുന്നിന് വരുക. എന്നാൽ അവർ അത് വകവയ്ക്കാതെ ഒരുവൻ വയലിലേക്കും വേറൊരുവൻ വ്യാപാരത്തിനും പോയിക്കളഞ്ഞു. മറ്റുള്ളവർ ആ ഭൃത്യന്മാരെ പിടികൂടി അവരെ അപമാനിക്കുകയും വധിക്കുകയും ചെയ്തു. രാജാവ് ക്രുദ്ധനായി സൈന്യത്തെ അയച്ച് ആ കൊലപാതകികളെ നശിപ്പിച്ചു. അവരുടെ നഗരം അഗ്നിക്കിരയാക്കി. അനന്തരം അവൻ ഭൃത്യന്മാരോട് പറഞ്ഞു, വിവാഹ വിരുന്ന് തയ്യാറായിരിക്കുന്നു, എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരുന്നു. അതിനാൽ നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെയെല്ലാം വിവാഹ വിരുന്നിന് ക്ഷണിക്കുവിൻ. ആ ഭൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെയെല്ലാം വിളിച്ചുകൂട്ടി. അങ്ങനെ വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു. അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹവസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു. രാജാവ് അവനോട് ചോദിച്ചു, സ്നേഹിത, വിവാഹവസ്ത്രമില്ലാതെ നീ ഇവിടെ പ്രവേശിച്ചതെങ്ങനെ? അവൻ മൗനം അവലംബിച്ചു. അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു, അവനെ കൈകാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക. അവിടെ കരച്ചിലും പല്ലുകടിയുമായിരിക്കും. എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ അനേകം, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഉപമയാണ് അരുൾ ചെയ്യുന്നത്. വിളിക്കപ്പെട്ടവരെല്ലാവരും സ്വർഗരാജ്യത്തിന് യോഗ്യരാണ്. എന്നാൽ തങ്ങളുടേതായ പ്രവൃത്തികൾ മൂലം പലരും അത് ഉപേക്ഷിച്ചു അത് വേണ്ടെന്ന് വെക്കുന്നു. സ്വർഗരാജ്യത്തിലേക്കുള്ള വിളി എല്ലാവർക്കും നൽകപ്പെട്ടിട്ടുണ്ട് എങ്കിലും വിരുന്നിന് പങ്കെടുക്കുവാനുള്ള യോഗ്യതയോടുകൂടി വേണം അവിടെ പ്രവേശിക്കുവാൻ. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് ദൈവത്തിൻ്റെ വിളിയും മനുഷ്യന്റെ ധർമ്മവും പൂർത്തിയാക്കണമെന്നാണ് തിരുവചനം പറയുന്നത്. ദൈവത്തിൻ്റെ വിളി എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. വിളി ലഭിച്ച എല്ലാവരും അതിൽ പങ്കെടുക്കുവാൻ യോഗ്യരാണ്. എങ്കിലും മാനുഷികമായ ധർമ്മം, മാനുഷികമായ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് വേണം അവിടെ പ്രവേശിക്കുവാൻ. വിവാഹവസ്ത്രം ധരിക്കാതെ വിരുന്നിൽ പ്രവേശിച്ച ആളെ പുറത്താക്കുന്നതിലൂടെ അതാണ് കാണിക്കുന്നത്. നമുക്കും ദൈവവിളിയോട് പ്രത്യുത്തരിച്ച് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ വിശ്വസ്തയോടെ നിർവഹിച്ച് അന്തിമ നാളിൽ കർത്താവിൻ്റെ വിരുന്നിൽ പങ്കാളിയാകുന്നതിന് പരിശ്രമിക്കാം. അതിനുള്ള ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.